ഹായ് ഫ്രണ്ട്സ്, ബ്രോസിലെ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്ന ഒരു CPOയുടെ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ വുമൺ CPOയുടെ ഒരു ചെറിയൊരു മോക്ക് ടെസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം 50 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൽ 40 മാർക്ക് GK പാർട്ടിനും 10 മാർക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിൽ നിന്നാണ്. നമ്മുടെ CPOയുടെ മെയിൻ എക്സാമിന് 20 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും പഠിക്കുക. ഇവിടുത്തെ ഈ മോക്ക് ടെസ്റ്റിന് ഇപ്പം 10 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്കും ബാക്കി 40 മാർക്കിന് GK ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 50 മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരു 35 മാർക്കാണ് നമ്മൾ കട്ട് ഓഫ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. എബോവ് 35 വാങ്ങിക്കുന്നവർ നല്ല സ്കോർ തന്നെയാണ്, ഉറപ്പായിട്ട് നമുക്ക് പറയാം. അതേപോലെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റ് നമ്മൾ പരീക്ഷ ഹാളിൽ ഇരുന്ന് എങ്ങനെ ചെയ്യുമോ അതുപോലെ തന്നെ ചെയ്യുക, ഒരു പേനയും പേപ്പറും ഒക്കെ എടുത്ത് വെച്ച്. കാരണം ഇതേ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. GK പാർട്ടായാലും സ്പെഷ്യൽ ടോപ്പിക് പാർട്ടായാലും സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, ഇനി വരാനും ചാൻസ് അധികമാണ്. സോ എല്ലാവരും നല്ല വ്യക്തമായിട്ട് തന്നെ ആൻസേഴ്സ് ചെയ്യാൻ നോക്കുക. അതുപോലെ ക്വസ്റ്റ്യൻ വായിക്കാൻ സമയം വേണ്ടവർ ക്വസ്റ്റ്യൻ ഒന്ന് സ്റ്റോപ്പാക്കി വെച്ചിട്ട് ചെക്ക് ചെയ്യുക ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയല്ലാത്ത റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലക്ഷ്യം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമായിരുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. മൂന്നാമത്തെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ, തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നമ്മുടെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം നടന്ന വർഷം എന്നാണ്? വർഷം ഒരു ഇമ്പോർട്ടൻ്റ് വർഷമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം നടന്ന് അതിൻ്റെ അധ്യക്ഷ പദം വഹിച്ചത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവാണ് അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. അപ്പം തന്നെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ക്യാൻസലാക്കി കളയാം. 29 ലാഹോർ സമ്മേളനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാനും തീരുമാനിച്ച ആ സമ്മേളനമാണ്. അപ്പം ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഗാന്ധിജിയല്ല ആ സമയത്ത് നെഹ്റു ആയിരുന്നു കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്നാണ്? നോക്കുക, ഖേദ, മീററ്റ്, ചമ്പാരൻ, ഹോം റൂൾ. ഇതിലേതൊക്കെയാണ് ഗാന്ധിജിയുടെ? ഏതൊക്കെയാണ്? ഖേദ സത്യാഗ്രഹം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. അപ്പോൾ അത് ശരിയാണ്. അല്ല, മീററ്റ് സമരം എന്തോന്നാണ്? 1857 വിപ്ലവത്തിനാണ് നമ്മൾ മീററ്റ് വിപ്ലവം എന്ന് പറയുന്നത്. ആ സമയത്ത് ഗാന്ധിജി ജീവനോടെ പോലും ഇല്ല. അതുപോലെ തന്നെ ചമ്പാരൻ 1917 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമായിരുന്നു ചമ്പാരൻ സമരം. അതേപോലെ ഹോം റൂൾ പ്രസ്ഥാനം ഗാന്ധിജിയുടെ അല്ല. ഇപ്പോൾ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിൽ പ്രധാനപ്പെട്ടത് 1ഉം 3ഉമാണ്. ഖേദ സത്യാഗ്രഹം 1918, ചമ്പാരൻ 1917. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരെന്നാണ്? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തി ആരെന്നാണ്? ഓപ്ഷൻ ബാറ്റൺ, ഇർവിൻ, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. അംഗമല്ലാത്ത ആരൊക്കെയാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അംഗമല്ലാത്ത വ്യക്തികളാണ്. ആരൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മൗണ്ട് ബാറ്റൺ അംഗമല്ലായിരുന്നു. അതേപോലെ ഇർവിൻ പ്രഭു അംഗമല്ലായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് അംഗം? AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്, അതുപോലെ നമ്മുടെ പെദവിക് ലോറൻസ്. ഇവർ 3ഉമായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ അംഗം. ക്യാബിനറ്റ് മിഷൻ്റെ വർഷം എന്നാണ്? 1946 ക്യാബിനറ്റ് മിഷൻ്റെ വർഷം. നമ്മൾ ഇങ്ങനെ എഴുതുമല്ലോ, ഈ അടയാളത്തെ തിരിച്ചിട്ടത് 6 പോലെ. 1946 ക്യാബിനറ്റ് മിഷൻ്റെ വർഷം. അതിൽ അംഗങ്ങൾ AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്, അതേപോലെ പെദവിക് ലോറൻസ് എന്ന 3 പേരായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ അംഗങ്ങൾ. നാലാമത്തെ ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ്? ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. 1898 നടപ്പിലാക്കിയത്. കൈസൻ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ബന്ധമല്ലാത്ത പ്രസ്താവന, സൈനിക സഹായ വ്യവസ്ഥ. ഏതൊക്കെയാണ് പ്രസ്താവന? ഓപ്ഷൻ 2 മാത്രമാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1798 സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. കൊണ്ടുവന്ന വ്യക്തി ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ഓക്കെ, നമുക്ക് ഓർത്തിരിക്കാൻ ചെറിയൊരു കോഡാണ്. നമ്മുടെ പണ്ടത്തെ സൈനികരൊക്കെ എന്തിനാണ്? അമ്പും വില്ലുമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ വില്ല് വെല്ലസി, റിച്ചാർഡ് വെല്ലസിയാണ് സൈനിക
വ്യവസ്ഥ നടപ്പിലാക്കിയത്. അതേപോലെ അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ഓക്കെ. അതുപോലെ നമ്മുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ഹൈദരാബാദാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം. അതുകൂടി ഒന്ന് ഓർത്ത് നോക്കണം. 5-ാമത്തെ ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയേണ്ട പേരുകൾ ഏതൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അംഗങ്ങൾ ആരാണ്? മുഹമ്മദ് അലി, ജിന്ന, സാലിം അലി, ഷൗക്കത്ത് അലി. ആരൊക്കെയാണ്? 5-ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ്. മുഹമ്മദ് അലിയും മൗലാന മുഹമ്മദ് അലിയും അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലി, ഇവർ രണ്ടുപേരാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികൾ. 6-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? നിർദ്ദേശ തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഉണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? ഏത് രാജ്യമാണ്? 6-ാമത്തെ ചോദ്യം, ഓപ്ഷൻ ഡി, അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. അമേരിക്കയിൽ നിന്ന് കടമെടുത്തത് എന്തൊക്കെയാണ്? നമ്മുടെ ആമുഖം, അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ, അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ. ഈ 3 കാര്യങ്ങളും നമ്മുടെ അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. അതുപോലെ അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. 7-ാമത്തെ ചോദ്യം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം ഏതെന്നാണ്? ഏത് പ്രദേശത്താണ്? കേരളമാണോ, മണിപ്പൂറാണോ, ഗുജറാത്താണോ, രാജസ്ഥാനോ? പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന മണിപ്പൂരാണ്. നമ്മുടെ മണിയും കിലിക്കിയാണ് വോട്ടിടാൻ പോയെന്ന് ഓർത്താൽ മതി, മണിപ്പൂരാണ്. 8-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി. നിർമ്മാണ സഭയുടെ സമിതിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി, രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റായ വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ്. അയാളാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അധ്യക്ഷനായിരുന്നത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരായിരുന്നു ചെയർമാൻ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നമ്മുടെ BR അംബേദ്കർ ആണ്. അതുപോലെ വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. നമ്മുടെ ഭരണഘടനയിൽ സാഹോദര്യം എന്ന വാക്ക് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഉൾപ്പെടുത്തിയത്? അംബേദ്കറിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. സാഹോദര്യം, സഹോദർ, അതായത് ബ്രോ. അപ്പം BR അംബേദ്കറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനയിൽ സാഹോദര്യം എന്ന വാക്ക് ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. 8, ആൻസർ ബി ആണ്. 9-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? 9, വിവരാവകാശം. രാജാക്കന്മാരുടെ അടുത്തല്ലേ നമ്മൾ വിവരം ചോദിക്കാൻ പോകും. അപ്പോൾ 9 സി ആണ്, രാജസ്ഥാനാണ്. 10-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? മൗലിക അവകാശങ്ങൾ, ഗവർണർ, ഉപരാഷ്ട്രപതി, പാർലമെൻറ്റ്, പ്രധാനമന്ത്രി. 10, ഈസി ക്വസ്റ്റ്യൻ. 10 ഓപ്ഷൻ സി ആണ്, പാർലമെൻറ്റിനാണ്. ഓക്കെ, ഗവർണർക്ക് ആദ്യമേ ക്യാൻസലാക്കാം, നമുക്ക് ഉപരാഷ്ട്രപതി ക്യാൻസലാക്കാം. പിന്നെ പ്രധാനമന്ത്രി, പാർലമെൻറ്റ്, അതിൽ പവർ കൂടുതൽ പാർലമെൻറ്റിനാണ്. അപ്പോൾ പാർലമെൻറ്റ് വഴിയാണ് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത്. 11-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നത് ശരി അല്ലാത്തത് ഏതെന്നാണ്? ശരി അല്ലാത്തത് മാർക്ക് ചെയ്യണം. ഏതാണ് ശരിയല്ലാത്ത പ്രസ്ഥാനങ്ങൾ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ശരിയല്ലാത്തത്. നമ്മുടെ വൈക്കം സത്യാഗ്രഹം TK മാധവനാണ്. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മെയിൻ ആശാൻ കേളപ്പനാണ്. നമ്മുടെ പാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പാലിയ സത്യാഗ്രഹം ആരാണ്? 1947 പാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സി കേശവനാണ്. പാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വർഷം 1947 ആണ്. 12-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, റിപ്പീറ്റഡ് ആണ് ഇപ്പോൾ എല്ലാ പരീക്ഷകൾക്കും. അവരുടെ കൃതികളാണ് റിപ്പീറ്റ്, അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം. ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതൊക്കെയാണെന്നാണ്? വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, അഭിനവ കേരളം, ആദിഭാഷ. ഏതൊക്കെയാണ്? ഓപ്ഷൻ വേദാധികാര നിരൂപണവും ആദിഭാഷയും. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 1ഉം 4ഉമാണ് ശരിയായത്. ആത്മോപദേശ ശതകം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ചട്ടമ്പി സ്വാമിയുടെ കൃതികളാണ് വേദാധികാര നിരൂപണം, ആദിഭാഷ. തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക, ഇനി തിരിച്ച് റിവിഷന് വേണ്ടി വരേണ്ടതില്ല. അപ്പോൾ എല്ലാം പഠിച്ചു പോവുക. അതേപോലെ കൃത്യമായിട്ട് തന്നെ ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ നോക്കുക. 13 ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? കോവിലകത്ത് വാതിൽക്കൽ സ്ഥാപിച്ചു, തൃശ്ശൂർ പൂരം ആരംഭിച്ചു, കുളച്ചൽ യുദ്ധം നടന്നു, കൂടൽമാണിക്യ പുതുക്കി പണിതു.
ഏതൊക്കെയാണ് ആൻസേഴ്സ്? നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ഏതാണ്? തൃശ്ശൂർ പൂരം ആരംഭിച്ച് ശക്തൻ തമ്പുരാന് അറിയാം. പിന്നെ കുളച്ചിൽ യുദ്ധം ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരാണ്. അപ്പോൾ അത് ക്യാൻസലാക്കാം. അപ്പം 3 ഇല്ലാത്ത ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുത്താൽ മതി. 3 ഇല്ലാത്ത ഓപ്ഷൻ ഏതൊക്കെയാണ്? ഇത് 3 ഉണ്ട്, തെറ്റാണ്. ഇത് 3 ഉണ്ട്. പിന്നെ 1 മാത്രമല്ല, തൃശ്ശൂർ പൂരം ഉണ്ട്. അപ്പോൾ അതും ക്യാൻസലാക്കാം. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ കോവിലകത്ത് വാതുക്കളും അതുപോലെ തൃശ്ശൂർ പൂരം, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതതെല്ലാം ശക്തൻ തമ്പുരാനാണ്. 14ാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ഏതാണ്? സമത്വ സമാജം. ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമിയാണ്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1721 കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്ത് മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം നൽകിയത്. ഏതൊക്കെയാണ് യോജിക്കാത്ത പ്രസ്താവന? യോജിക്കാത്ത ഏതാണ്? മാർത്താണ്ഡവർമ്മ നേതൃത്വം നൽകി. ഓക്കെ, ഓപ്ഷൻ സി ആണ് യോജിക്കാത്ത. കേരളത്തിലെ ആദ്യ സംഘടിത കലാപം. അത് ഓർക്കാൻ കോഡുണ്ട്. നമ്മൾ ആറ്റിലൊക്കെ കുളിക്കാൻ പോകുമല്ലോ, അപ്പം നമ്മളെല്ലാം സംഘടിച്ച് പയ്യന്മാരൊക്കെ സംഘടിച്ചല്ലേ, കൂട്ടുകാരൊക്കെ സംഘടിച്ചല്ലേ പോകാറുള്ളൂ. അപ്പോൾ ആറ്റിങ്ങൽ കലാപം ആദ്യത്തെ സംഘടിത കലാപമാണ്. 1721 നടന്നത്. അതേപോലെ കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. അപ്പോൾ ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് തെറ്റ്. 16ാമത്തെ ചോദ്യം, 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരനായ രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ്. ആർക്കാണ് കപ്പ് കിട്ടിയത്? അർജൻറ്റീന. 17 കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി പദ്ധതികളുള്ള ജില്ല? ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, കൊല്ലം. ഏതാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി പദ്ധതികളുള്ള? ഓപ്ഷൻ ബി ഇടുക്കിയാണ്. താഴെ പറയുന്ന ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്ന ഖാരിഫ് വിളകളിൽ ഏതാണ്? ഓപ്ഷൻ ബി ബാർലിയാണ്. ഓക്കെ, ചോളം, നെല്ല്, പരുത്തിയെല്ലാം ഖാരിഫ് വിളകളാണ്. ബാർലി ഖാരിഫ് വിള അല്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി എ.ബി. വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? എ.ബി. വാജ്പേയി ആണ്. അതും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ലക്ഷ്യം, കുടുംബശ്രീയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? കായംകുളം, പുനലൂർ, അരുവിക്കര, പെരുംകുളം. ഏതാണ് പുസ്തക ഗ്രാമം? പെരുംകുളമാണ്. ഓപ്ഷൻ ഡി പെരുംകുളമാണ് ഉത്തരം. കറണ്ട് അഫയേഴ്സ് ആണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെൻറ്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച നിയമനിർമ്മാണം അധികാരം നൽകുന്നത്? സിമ്പിളാക്കി പറയാം, GSTയുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതെന്നാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. GSTയുമായി ബന്ധപ്പെട്ട ഭേദഗതി 101 ഓപ്ഷൻ സി ആണ് ഉത്തരം. 22ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? ബേസ് ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദർ. 22 ഓപ്ഷൻ എ ആണ്, ഡോക്ടർ M.S. സ്വാമിനാഥനാണ്. അതേപോലെ 23 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ? 23 ധനകാര്യ കമ്മീഷൻ ചെയർമാൻ രംഗരാജനാണോ, N.K. സിംഗ് ആണോ, വിജയ് ഖേൽക്കർ ആണോ, K.C. പന്താണോ? N.K. സിംഗ് ആണ്. 23 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ N.K. സിംഗ് ആണ്. 24 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ്? നോക്കുക, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ഓപ്ഷൻസൊക്കെ നോക്കുക, ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ 50 മാർച്ച് 15, ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി മഹലനോബിസാണ്. 25ാമത്തെ, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്? ചെമ്മണ്ണാണോ, എക്കൽ മണ്ണാണോ, കറുത്ത മണ്ണാണോ, ലാറ്ററൈറ്റ് മണ്ണാണോ? പരുത്തി, കരിമ്പ്. ഓപ്ഷൻ ബി കറുത്ത മണ്ണാണ്. നമ്മുടെ കരിമ്പൊക്കെ ഒരു ഡാർക്ക് കളറിലല്ലേ ഇരിക്കുന്നു പുറം ഭാഗം, അപ്പം കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണിൻ്റെ മറ്റ് 2 പേരുകളാണ് റിഗറും കറുത്ത മണ്ണാണ്. അതേപോലെ ചെർണോസം, ഇവയും കറുത്ത മണ്ണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 25 ഓപ്ഷൻ ബി ആണ്. 26 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂൺ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏത് മൺസൂണാണ്?
ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഓപ്ഷൻ ഡി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. 27ാമത്തെ ചോദ്യം, പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാണ്? പശ്ചിമ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാണ് 27. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, കണ്ടൽ വനങ്ങളാണ്. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ളത്. നമ്മുടെ സുന്ദർബൻ ഡെൽറ്റ ആ ഭാഗത്ത് ആണ് ബംഗാൾ കടുവകൾ കൂടുതലായി കാണപ്പെടുന്നത്. 28ാമത്തെ ചോദ്യം, ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ്? ഏതാണ്? ഗംഗ, ബ്രഹ്മപുത്ര, നർമ്മദ, താപ്തി. ഏതാണ്? 28 ഓപ്ഷൻ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഒരു നദിയേ ഉള്ളൂ ഇതിൽ. ഏതാണ്? ഓപ്ഷൻ സി നർമ്മദയാണ്. ഭ്രംശ താഴ്വരയിൽ ഒഴുകുന്ന ഒരേ ഒരു നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നർമ്മദ. നർമ്മദയിലെ പാരലലായിട്ട് ഒരു നദി കൂടി ഒഴുകുന്നുണ്ട്, താപ്തി. നർമ്മദയ്ക്ക് പാരലലായിട്ട് താപ്തി ഒഴുകുന്നുണ്ട്. 29 സുന്ദർവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപമായി രൂപപ്പെട്ടതാണ്? 29 സുന്ദർവനം ഡെൽറ്റ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ മൗട്ട് ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞതാണ്. 29 ആൻസർ നമ്മുടെ ഗംഗയും ബ്രഹ്മപുത്രയാണ്. ഓക്കെ, സുന്ദർബൻ ഡെൽറ്റ ഏത് സംസ്ഥാനത്താണ്? വെസ്റ്റ് ബംഗാളാണ്, പശ്ചിമ ബംഗാളിലാണ്. അവിടെ ഗംഗയും ബ്രഹ്മപുത്രയാണ്. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, കൊച്ചി ഇൻ്റർനാഷണൽ വിമാനത്താവളത്താണ്. 31ാമത്തെ ചോദ്യം, മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? 31 മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചത് ഏതാണ്? നമ്മുടെ ഓപ്ഷൻ കേരളം ഓപ്ഷനിലുണ്ട്, ഡി ഓപ്ഷൻ. ആരും അടിക്കരുത്, കേരള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് അടിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുതലാണ്. 31ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, അസാമാണ്. മിഷൻ ഭൂമിപുത്ര, നമ്മുടെ ബ്രഹ്മപുത്രയൊക്കെ ആസാമിലല്ലേ, അപ്പോൾ ബ്രഹ്മപുത്ര ഭൂമിപുത്ര കണക്ട് ചെയ്താൽ മതി, ആസാമാണ്. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല? ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? 32 കോട്ടയമാണ്, കാസർഗോഡാണ്, കോഴിക്കോടാണോ, മലപ്പുറമാണോ? ഏതാണ്? ഓപ്ഷൻ ഡി മലപ്പുറമാണ്. നമ്മുടെ മലക്കണക്കിന് പിള്ളേരുണ്ടെന്ന് ഓർത്താൽ മതി, മല നിറച്ച് പിള്ളേരുണ്ടായെന്ന് ഓർത്താൽ മതി. ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ളത് മലപ്പുറം. പക്ഷേ ഏറ്റവും കുറവ് ജനസംഖ്യ വളർച്ചാ നിരക്കും അതേപോലെ നെഗറ്റീവ് വളർച്ചാ നിരക്കുമുള്ള ജില്ല ഏതെന്നാണ്? നമ്മുടെ പത്തനംതിട്ടയാണ് ഏറ്റവും കുറവ് ജനസംഖ്യ വളർച്ചാ നിരക്കും അതേപോലെ നെഗറ്റീവ് വളർച്ചാ നിരക്കും രേഖപ്പെടുത്തിയിട്ടുള്ള ഏക ജില്ല പത്തനംതിട്ടയാണ്. ഏറ്റവും കൂടുതൽ മലപ്പുറമാണ്. 33ാമത്തെ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂണാണ്? അറിയാം, ഏതാണ്? 33 ആൻസർ പറ. ഓപ്ഷൻ എ ആണ്, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. നമ്മുടെ കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ മൺസൂണാണ്. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ, കാലവർഷം, ഇടവപ്പാടി എന്നിങ്ങനെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. കാലവർഷം, ഇടവപ്പാതി എന്നിങ്ങനെ അറിയപ്പെടുന്നതെല്ലാം തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. 34ാമത്തെ, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് ആര്യങ്കാവ് ചുരം. ഏതാണ് ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ സി ആണ്, NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. 35, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ്? ബേസ് ക്വസ്റ്റ്യനാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാടാണ്. ഓക്കെ, ഓപ്ഷൻ ബി വയനാടാണ് ഉത്തരം. അതേപോലെ നമ്മുടെ പാലക്കാടിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? കേരളത്തിൽ കറുത്ത മണ്ണ് നിക്ഷേപം കാണപ്പെടുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. പാലക്കാടിലെ ചിറ്റൂരിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? പരുത്തിയും കരിമ്പും. അതേപോലെ റിഗർ ചെർണോസം എന്നിങ്ങനെ പേരുകൾ അറിയപ്പെടുന്നതും കറുത്ത മണ്ണാണ്. 36, കേരളത്തിലെ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ്? കുറച്ച് മുമ്പ് പറഞ്ഞ ഓപ്ഷൻ വെച്ച് നമുക്ക് അടിക്കാവുന്നേ ഉള്ളൂ. 36 കണ്ട, എല്ലാം റിലേറ്റഡ് കണക്റ്റഡ് ഫാക്ട്സ് വെച്ചാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്. അതേപോലെ നമ്മുടെ CPOയ്ക്കും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും ക്വസ്റ്റ്യൻ അല്പം റേഞ്ച് മുകളിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ഈസി ക്വസ്റ്റ്യൻ പ്രതീക്ഷ ആരും പോകണ്ട. ഓക്കെ, 36ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി പാലക്കാടാണ്. 37, സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്?
37. എ ആണ്, ബി ആണ്, സി ആണ്, ഡി ആണ് ഓപ്ഷൻ? ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ല? ഇടുക്കി. 38ാമത്തെ ചോദ്യം, കേരളത്തിലെ പക്ഷിഗ്രാമം എന്ന അറിയപ്പെടുന്ന പ്രദേശം, പക്ഷിഗ്രാമം ഏതാണ്? എ ആണ്, ബി ആണോ, സി ആണോ, ഡി ആണോ? പക്ഷിഗ്രാമം ഓപ്ഷൻ ബി ആണ്. നൂറനാടാണ്. നൂറുകണക്കിന് പക്ഷികളുണ്ടെന്ന് ഓർത്താൽ മതി. അതേപോലെ നമ്മുടെ കുമരകത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ബേക്കേഴ്സ് എസ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത് കുമരകം. ഏത് ജില്ലയാണ് കുമരകം? കുമരകം കോട്ടയമാണ്. നമ്മുടെ തട്ടേക്കാട് ഏത് ജില്ലയാണ്? എറണാകുളം. തട്ടേക്കാട് എറണാകുളം. പാതിരാമണൽ ആലപ്പുഴ. അപ്പോൾ കേരളത്തിലെ പക്ഷിഗ്രാമം, നൂറുകണക്കിന് പക്ഷി ഉണ്ടായിരുന്ന നൂറനാട്. 39, ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല, തീരദേശമുള്ളത് ഏതാണ്? കണ്ണൂരാണ്. ഓപ്ഷൻ എ കണ്ണൂരാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന ജില്ലയിലാണ്? അത് കൊല്ലത്താണ്. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ളതും കൊല്ലത്താണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള പ്രദേശം കണ്ണൂരാണ്, ഏറ്റവും കുറവ് കൊല്ലത്താണ്. 40ാമത്തെ ചോദ്യമാണ്, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാംശം എവിടെ വെച്ചാണ്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി അയ്യങ്കാളി വെള്ളയാണി ഓപ്ഷൻ സി ആണ്. 40 ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ GK ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കായ CPയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് നോക്കാം. 10 ക്വസ്റ്റ്യൻസ്. അതാണ് സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്ത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 പ്രകാരം സെക്ഷൻ 362 പ്രതിപാദിക്കുന്നത് എന്തെന്നാണ്? ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 പ്രകാരം സെക്ഷൻ 362 പ്രതിപാദിക്കുന്നത് എന്തെന്നാണ്? ഏതാണ് ഉത്തരം? സെക്ഷൻ 362. എ ആണ്, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആളപഹരണത്തിനെയാണ് സെക്ഷൻ 362 പ്രതിപാദിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നതെന്ന്? ഇന്ത്യൻ ക്രിമിനൽ ആക്ട് നിലവിൽ വന്നതെന്നാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഇതിലേതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജനുവരി 1 അതെല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്. ബാക്കി ഇയർ നോക്കുക. ഏത് വർഷമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നത്? 1862 ജനുവരി 1 ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നത്. അതേപോലെ മെക്കാള കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? മെക്കാള കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ലോർഡ് കാനിങ് ആണോ, ബെൻഡിക് ആണോ, ഡൽഹൌസി ആണോ, വാറൻ ഹേസ്റ്റിംഗ് ആണോ? മൂന്നാമത്തെ ചോദ്യം, ഓപ്ഷൻ എ ആണ്. വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ് മെക്കാള കമ്മീഷൻ രൂപീകരിച്ചത്. വില്യം ബെൻഡിക്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ഒരു വ്യക്തി നിയമവിരുദ്ധമായോ അശ്രദ്ധയോട് കൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഏതെങ്കിലും മാരകരമായ രോഗപകർച്ചയ്ക്കോ ജീവഹാനിക്കോ കാരണമായാൽ IPC സെക്ഷൻ 269 പ്രകാരം ശിക്ഷാർഹമാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, IPC സെക്ഷൻ 269 പ്രകാരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് 6 മാസം വരെയാകുന്ന തടവ് ശിക്ഷയോ പിഴയോ രണ്ടും കൂടി ലഭിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ഒന്നും ശരി, 2 തെറ്റ്, 1 തെറ്റ്, 2 ശരി, 2 ശരി, 2 തെറ്റ്. ഏതാണ് നാലാമത്തെ ചോദ്യം? ഏതാണ് ഓപ്ഷൻ? ഏതാണ്? ഓപ്ഷൻ സി, 2 ശരിയാണ്. 2 ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ സെക്ഷൻസൊക്കെ നോക്കുക. സെക്ഷൻ 269, അതേപോലെ ശിക്ഷ 6 മാസം വരെയാണ് തടവ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്ര അധ്യായങ്ങളുണ്ടെന്നാണ്? 24, 28, 22, 23. എത്ര അധ്യായങ്ങളുണ്ട്? ഓപ്ഷൻ ഡി, 23 അധ്യായങ്ങളാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ളത്. അതുപോലെ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ്? ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? 6. ഓപ്ഷൻ എ ആണ്. തിരിച്ചറിവ് 7 to 12 വയസ്സ് വരെയാണ്. ഏഴാമത്തെ ചോദ്യം, പ്രസ്താവന 1, ജീവഹാനി ഉണ്ടാക്കുന്ന മാരകരമായ രോഗങ്ങൾ വ്യാപിപ്പിക്കുന്നതും IPC സെക്ഷൻ 290 പ്രകാരം ശിക്ഷാർഹമാണ്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പൊതു ഉറവിലോ പൊതുജലസംഭരണിയിലോ ജലം മലിനമാക്കുന്നത് IPC സെക്ഷൻ 277 പ്രകാരം ശിക്ഷാർഹമാണ്. ഇതിലേതൊക്കെയാണ് പ്രസ്താവന ശരിയും തെറ്റ്? തെറ്റേതാണ്?
ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1 തെറ്റ് 2 ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന കറക്റ്റായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. 8ാമത്തെ ചോദ്യം ശരിയായത് ഏതെന്നാണ്? സെക്ഷൻ 304 കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യകൾ ശിക്ഷ, സെക്ഷൻ 299 കുറ്റകരമായ നരഹത്യ, സെക്ഷൻ 89 പൊതുജനശല്യം, സെക്ഷൻ 84 ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യം. ഇതിലേതൊക്കെയാണ് ശരിയായത്? ഏതൊക്കെയാണ്? സെക്ഷൻ 304 എന്താണ്? കൊലപാതകവുമായി ആകാത്ത കുറ്റകരമായ നരഹത്യകൾ ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 304 പറയുന്നത്. ശരിയാണ്. അതിൽ സെക്ഷൻ 299 കുറ്റകരമായ നരഹത്യ, അതും ശരിയാണ്. സെക്ഷൻ 89 പൊതുജനശല്യമാണോ പറയുന്നത്? അല്ല, റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ സെക്ഷൻ 84 ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. 1, 2, 4 ആണ്. 9ാമത്തെ ചോദ്യം അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 304A ആണ്. അശ്രദ്ധ മൂലം സംഭവിക്കുന്ന മരണത്തെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 304A ആണ്. അവസാന ക്വസ്റ്റ്യൻ ഇന്ത്യ ശിക്ഷാ നിയമം 326A പ്രകാരം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? 326A ആ എയിൽ ഉണ്ട്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്. ആസിഡ് ആക്രമണം. 326ൻ്റെ എയുടെ എയും ആസിഡിൻ്റെ എയും സെയിം അല്ലേ? അത് വെച്ച് കണക്ട് ചെയ്യാം. 326A ആസിഡ് ആക്രമണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 50 ക്വസ്റ്റ്യൻസും. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങളെ വീക്ക് സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അതിന് കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.